നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഒരു പ്രശ്നം പറയാൻ വിളിച്ചതാ. റോസ്മേരി ഹൗസില് രാവിലെ തന്നെ പ്രശ്നമാണോ? എന്താ പ്രശ്നം? ഹോസ്റ്റലിന്റെ പുറകുവശത്തുനിന്ന് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു പേഴ്സും ATM കാർഡും കിട്ടിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനൊരു സംഗതി കിട്ടുമ്പോ അത് പോലീസിനെ ഏൽപ്പിക്കണമല്ലോ. മാഡം, ഈ നിസ്സാര കാര്യത്തിന് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാ പോരെ? സാറിനെ തന്നെ വിളിച്ചതിൽ കാരണമുണ്ട്. ഇവിടെ ബോധപൂർവം ചിലര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സും ATM കാർഡും ആരുടേതാണെന്ന് കണ്ടെത്താൻ പോലീസിന്റെ സഹായം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരുത്തം മതില് ചാടി ഇതിനകത്ത് കയറിയതുകൊണ്ടാണല്ലോ അവന്റെ പേഴ്സും ATM കാർഡും ഇവിടുന്ന് കിട്ടിയത്. മുമ്പ് അവിടെ ആരെങ്കിലും മതിൽ ചാടി വന്നതായിട്ട് അറിയോ? അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ATM കാർഡിൽ ഒരു പേര് കാണുമല്ലോ. ആരുടെ പേരിലാ കാർഡ്? കാർഡില് പേരില്ല, കുറെ കോഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബാങ്ക് നൽകിയ ഇൻസ്റ്റന്റ് കാർഡായിരിക്കും. അത് ഈ സാധനങ്ങൾ സാറിനെ ഏൽപ്പിക്കണമെന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ നിസ്സാര കാര്യത്തിന് ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഫോണിൽ വന്നുകൊണ്ടിരിക്കുക. പ്ലീസ് സർ, ഇക്കാര്യത്തിൽ സാറിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. മാഡം, ഒരു വനിതാ ഹോസ്റ്റലിലേക്ക് എപ്പോഴും ഒരു പോലീസ് വാഹനം വന്ന് കയറിയ അത് നിങ്ങളുടെ സ്ഥാപനത്തിനൊരു മോശപ്പേരുണ്ടാക്കില്ലേ? എന്തായാലും പോലീസിനെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ല. ആ പേഴ്സ് ATM കാർഡുമായിട്ട് മാഡന്റെ ഓഫീസിലേക്ക് വരും. നമുക്ക് ആളെ കണ്ടെത്താം. ഓക്കെ? ശരി സർ, ഞാൻ വരാം. താങ്ക് യു. പ്രശ്നമായല്ലോ. മാഡം പോലീസിനെ വിളിച്ചിരിക്കാണല്ലോ. പോലീസ് വന്ന എനിക്കും ഐസക്കിനാണല്ലോ പ്രശ്നം. മന്ദാകിനി ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഞാൻ മാഡത്തിന് ചായയും കൊണ്ടുവന്നതാ. അതിന് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. മാഡം ചായ ചോദിച്ച പോലെ എനിക്ക് തോന്നി. കൊണ്ടുവന്നത് നന്നായി. നല്ല തലവേദനയുണ്ട്, അതിന് തന്നേക്ക്. എന്നാ മന്ദാകിനി പൊയ്ക്കോ. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാം. എന്റെ ഈശോയെ, ഐസക്കിന്റെ പേഴ്സും കാർഡും പോലീസിന് കിട്ടിയ പണിയാവൂലോ. ഇനിയിപ്പൊ എന്താ ചെയ്യ? ഈ ഭാഗത്ത് ആരുമില്ല. അവനെ കൊണ്ടുവാ. ഭയങ്കര പ്രശ്നമാണല്ലോ. എന്റെ കാലം നിലത്തൂത്താൻ പറ്റുന്നില്ല. അത് നീ കാല് നിലത്ത് കുത്തുന്നില്ലല്ലോ. നമ്മുടെ തോളിലല്ലേ നീ? അകത്തും കയറ്റി ഇപ്പൊ നമ്മുടെ തോളിലുമായി. ഹേ ഷൈനി, അനു, അവനെ വേഗം കൊണ്ടുവാ. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. എടാ നിന്നെ, നിനക്ക് കാലിന് ശരിക്കും പ്രശ്നമുണ്ടോ? അതോ ഇത് നിന്റെ ആക്ടിംഗ് ആണോ? അയ്യോ അല്ല, ശരിക്കും എന്റെ കാല് വയ്യ. അയ്യോ, നിന്റെ നടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നല്ല കേട്ടോ. ഇത് നിന്റെ ആക്ടിംഗ് ആണെന്ന് തെളിഞ്ഞോ? നിന്നെ ശരിപ്പെടുത്തു കേട്ടോ ഞങ്ങളെല്ലാം. നടക്കങ്ങോട്ട്. സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ എന്തിനാണ് വിഷമിക്കുന്നേ? നീ ഇവിടെ കിടന്ന് സുഖിക്കല്ലേ? അതല്ല, ഈ കോളേജ് സ്റ്റുഡൻസ് ആയ നിങ്ങളെ ഇപ്പൊ എന്റെ ദാസിമാരായല്ലോ, അതാ എന്റെ വിഷമം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞങ്ങളൊക്കെ നിന്റെ ദാസിമാര്? ഞങ്ങളെ നീ ദാസിമാരാക്കിയല്ലേ? എന്നാ നീ ഒറ്റയ്ക്ക് പറ്റോ? ഇവനിപ്പോ വീണേനല്ലോ.
നിങ്ങൾ എന്തായി ചെയ്തേ? കാല് വയ്യാത്ത ആളല്ലേ? കാല് വയ്യാന്ന് വെച്ച് എന്ത് തോന്നിയാസം പറയുന്ന? എന്ത് തോന്നിയാസം? ഇവൻ നമ്മളെ ദാസിമാരായിട്ടാ കാണുന്നത്. ഇവനെ താങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളൊരു ഹെൽപ്പ് ചെയ്തപ്പോഴേ ഇവന്റെ ആറ്റിറ്റ്യൂഡ് വേറെയാ. അനു, ഷൈനി, ഇവൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കളാം. അതെ ക്ഷമിക്ക്. കാല് വയ്യാത്തോണ്ടല്ലേ.